നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വൈത്തിരിയിൽ വാഹനാപകടത്തിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ തിരൂരിലെ ജനപ്രതിനിധികൾ ഏറ്റുവാങ്ങി. അപകടം ഇന്ന് കാലത്ത് ടിപ്പറും കാറും കൂട്ടിയിടിച്ച്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം കാത്തിരിക്കാൻ വയനാട് DCCയോട് AICC. സിദ്ദീഖ് തന്നെ സ്ഥാനാർത്ഥിയെന്ന് അഭ്യൂഹം. രാഹുലെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയാവാൻ തുഷാർ റെഡി. സീറ്റ് BJPക്ക് നൽകാനും ഒരുക്കം. ബിജു കാക്കത്തോട് ഗോത്ര സ്ഥാനാർത്ഥി. പ്രളയകാലത്ത് വയനാടിന് കിട്ടിയ അരി കള്ളക്കടത്തു നടത്തിയതായി പരാതി. അരി കടത്തിയത് ബത്തേരി റേഷൻ ഡിപ്പോയിൽ നിന്ന്. വയനാട് വിഷൻ എക്സ്ക്ലൂസീവ്. സൗത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷനിൽ എക്കോ ടൂറിസത്തിന് നിരോധനം. കുറുവയിലും ചെമ്പ്രയിലും എക്കോ ടൂറിസം നിയമവിരുദ്ധം. കുറുവയിൽ സഞ്ചാരികളുടെ എണ്ണം പെരുപ്പിക്കാൻ സമരം നടത്തിയവർക്കും ടൂറിസം ലോബിക്കും തിരിച്ചടി. വയനാട് വിഷൻ ബിഗ് ബ്രേക്കിംഗ്. തിരുനെല്ലിയിലും മാവോയിസ്റ്റുകളെത്തി. വാച്ചറ ഭയപ്പെടുത്തി ഫോറസ്റ്റ് IBയിൽ മാവോയിസ്റ്റ് പരിശോധന. വനം പോലീസ് ഉദ്യോഗസ്ഥരെ മാവോയിസ്റ്റുകൾ ലക്ഷ്യമിടുന്നതായി അഭ്യൂഹങ്ങൾ. അന്യാധീനപ്പെട്ട ക്ഷേത്രഭൂമികൾ തിരിച്ചുപിടിക്കുമെന്ന് മലബാർ ദേവസ്വം പ്രസിഡന്റ്. വിശദമായ വാർത്തകളിലേക്ക്. വൈത്തിരിയിൽ വാഹനാപകടം. 3 പേർ മരിച്ചു, ഒരാൾക്ക് പരിക്ക്. മരിച്ചത് തിരൂർ സ്വദേശികൾ. അപകടം ഇന്ന് കാലത്ത് 8 മണിക്ക് കാറും ടിപ്പറും കൂട്ടിയിടിച്ച്. തിരൂർ സ്വദേശികളായ താനാളൂർ ഇരളിയത്ത് കഹാർ, തോട്ടുങ്കൽ സാബിർ, പൊന്മുണ്ട പന്നിക്കോടൻ സൂഫിയാൻ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ തിരൂർ സ്വദേശി ഷമീമുദ്ദീനെ കൽപ്പറ്റയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരൂരിൽ നിന്ന് ബംഗളൂരിൽ ഷോപ്പിംഗിന് പോയി മടങ്ങിയവരുടെ കാറും വയനാട്ടിലേക്ക് വരികയായിരുന്ന ടിപ്പറുമാണ് കൂട്ടിയിടിച്ചത്. വയനാട് വിഷൻ വൈത്തിരി. തിരൂർ MLA സി മമ്മൂട്ടി, മുൻ MLA അബ്ദുറഹിമാൻ രണ്ടത്താണി, താനൂർ പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബൈർ ഇളയടത്ത് തുടങ്ങിയവർ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങി. ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിച്ച് ഞങ്ങൾ സഞ്ചരിച്ച ആൾട്ടോ കാർ ഇടിച്ചിനെ തുടർന്നുള്ള തകർച്ചയെ തുടർന്നാണ് ദാരുണമാന്ത്യം ഉണ്ടായത്. ഒന്നിച്ചുള്ള ഒരാളിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വിധേയമായി ഗുരുതരമായില്ലാത്ത പരിക്കുകളോടെ ഇവിടെ ആശുപത്രിയിൽ കിടക്കുകയാണ്. 30 വയസ്സിന് താഴെ പ്രായം മാത്രമുള്ള ചെറുപ്പക്കാരായ ഈ 3 യുവാക്കളിൽ ഒരാൾ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. മറ്റുള്ളവർക്ക് 2 വയസ്സും 6 മാസവും പ്രായമായ 2 കുട്ടികളുടെ പിതാക്കളാണ്. ലോക്സഭ 2019 തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തീരുമാനമെടുത്തിട്ടില്ലെന്ന് കോൺഗ്രസ്. 2ാമത്തെ സീറ്റിൽ മത്സരിക്കുന്നെങ്കിൽ മാത്രം വയനാട് പരിഗണിക്കുകയെന്നും വക്താവ് രൺദീപ് സുർജേവാല പറഞ്ഞു. 2 ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ഒരിടത്ത് മാത്രമാണെങ്കിൽ ഉത്തർപ്രദേശിലെ അമേത്തിയിലാകും മത്സരിക്കുക. രാഹുൽ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണമെന്ന ജനവികാരം മാനിക്കുന്നുവെന്ന് സുർജേവാല പറഞ്ഞു. വയനാട് സീറ്റിലെ സ്ഥാനാർത്ഥി സംബന്ധിച്ച അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് വക്താവിന്റെ സ്ഥിരീകരണം. വയനാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ ശക്തിപ്പെടുന്നതിനിടെ മണ്ഡലത്തിൽ സിദ്ദീഖ് തന്നെയാകും അവസാന ലാപ്പിൽ സ്ഥാനാർത്ഥിയെന്ന റിപ്പോർട്ടുകൾ സജീവമായി. രാഹുലിന്റെ പ്രധാന പ്രചാരകൻ എന്ന മട്ടിൽ സിദ്ദീഖ് മണ്ഡലത്തിൽ തുടരുന്നതും ഒരു സീറ്റിലാണ് മത്സരിക്കുന്നതെങ്കിൽ അത് അമേഠിയിലായിരിക്കുമെന്നും രാഹുലിന്റെ തീരുമാനവും സിദ്ദീഖിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നു. AI ഗ്രൂപ്പുകളെ സംസ്ഥാന തലത്തിൽ ഒരു തീർപ്പിലെത്തിക്കാൻ നടത്തിയ അറ്റകൈ പ്രയോഗമാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുണ്ടായ പ്രചാരണമെന്നാണ് കരുതുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ ഭിന്നതകൾക്ക് ഒറ്റമൂലി എന്ന നിലയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും എല്ലാം പ്രചാരണം നൽകിയ രാഹുൽ സ്ഥാനാർത്ഥിത്വം അവസാനം ഊതി വീർപ്പിച്ച ബലൂൺ മാത്രമാണ്. എന്നാൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത് ബന്ധമുള്ള കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന സിദ്ദീഖായിരിക്കും സ്ഥാനാർത്ഥിയെന്ന തീരുമാനം കഴിഞ്ഞ ദിവസം തന്നെ എടുത്തു കഴിഞ്ഞുവെന്നാണ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കവും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലെ സീറ്റ് വീതം വെപ്പും AICC അംഗം PC ചാക്കോ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെ അതൃപ്തിപ്പെടുത്തിയിരുന്നു. KPCC ആഗ്രഹപ്രകടനം നടത്തിയെന്നതല്ലാതെ വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ തീരുമാനിച്ചിട്ടില്ലെന്ന വിമതസ്വരം ആദ്യം കേൾപ്പിച്ചത് PC ചാക്കോ ആണ്. കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വവും ഇലക്ഷൻ ക്യാമ്പയിൻ മാനേജർമാരും ചേർന്ന് ആസൂത്രണം ചെയ്ത അറ്റകൈ പ്രയോഗമാണ് രാഹുൽ എന്ന തുറുപ്പിച്ചീട്ട്.
അമേത്തിക്ക് പുറമെ ദക്ഷിണേന്ത്യയിൽ ഒരിടത്തുകൂടി രാഹുൽ മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നില മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് കരുതുന്നവരുണ്ട്. 181 ദക്ഷിണേന്ത്യൻ സീറ്റുകളിൽ 19 എണ്ണത്തിൽ മാത്രമാണ് 2014 കോൺഗ്രസ് ജയിച്ചത്. ഇതിനിടെ വൻ പ്രതീക്ഷയുള്ള സീറ്റുകൾ ഗ്രൂപ്പ് പോരിൽ നഷ്ടപ്പെടാനുള്ള സാഹചര്യം മുൻകൂട്ടി കണ്ടാണ് പാർട്ടി ഇടപെടൽ. വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച് കാത്തിരിക്കാനാണ് വയനാട് DCCക്ക് AICC ഇന്ന് നൽകിയ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ. വയനാട്ടിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങുമെന്ന് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. UDFനോടൊപ്പം നിൽക്കുകയും 90 UDF വിട്ട് ഒരു മുന്നണിയും ചേരാതെ നിൽക്കുകയായിരുന്നു ഇതുവരെ. അങ്ങനെ പാർട്ടി ഇടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ തളർച്ചയുടെ പാതയിലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് മുതൽ പാർട്ടി ഉഷാറായി പ്രവർത്തിച്ചു വരികയാണ്. VK അശോകൻ ജനറൽ സെക്രട്ടറിയായും രഞ്ജിത്ത് ചെയർമാനായിട്ടും കേരളത്തിലെ 8 ജില്ലകളിൽ ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട്. വയനാട്ടിൽ എതിരാളി ആരെന്നതിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമെന്ന് BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. രാഹുൽ ഗാന്ധിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ BJPക്ക് സീറ്റ് വെച്ചുമാറുമെന്നും തുഷാർ മാധ്യമങ്ങളോട് പറഞ്ഞു. തൃശൂരിലും വയനാട്ടിലും ഒഴികെ സീറ്റുകളിൽ BDJS സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. NDA നേതൃയോഗം ഇന്ന് തിരുവല്ലയിൽ. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം സംബന്ധിച്ച് 4ാം ദിവസവും അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് വയനാട്ടിൽ രാഹുൽ മത്സരിച്ചാൽ BDJS അധ്യക്ഷൻ തന്നെ എതിർ സ്ഥാനാർത്ഥിയാകുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞത്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും BDJS വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ഞങ്ങൾ കാര്യം ഇപ്പൊ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇവിടെ വയനാട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏത് സ്ഥാനാർത്ഥി വരണമെന്നുള്ളത് ഇപ്പം BDJS ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് മാത്രം ഒരു കാര്യമല്ലല്ലോ. അത് തീർച്ചയായും NDAയിൽ മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് കൂടിയാലോചിച്ച് വേണം ഒരു തീരുമാനം എടുക്കാൻ. അതിനുവേണ്ടിയാണ് അത് സ്വല്പം വൈകി നിൽക്കുന്നത്. അല്ല, ഏത് തരത്തിലുള്ള നീക്കുപോക്കിന് ഞങ്ങൾ തയ്യാറാണ്. ചിലപ്പം സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറേണ്ട വന്നാൽ വെച്ച് മാറും. അതിന് എന്താണെന്ന് വെച്ചാൽ ഞാൻ 2 ദിവസത്തിനുള്ളിൽ അതിന് തീരുമാനം എടുക്കും. NDA നേതൃയോഗം ഇന്ന് തിരുവല്ലയിൽ ചേരാനിരിക്കെ BDJS തൃശൂർ വയനാട് ഒഴികെ സീറ്റുകളിലേക്ക് 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. TV ബാബു, തഴവ സഹദേവൻ, ബിജു കൃഷ്ണൻ എന്നിവരെയാണ് തെക്കൻ ജില്ലകളിലേക്ക് പ്രഖ്യാപിച്ചത്. NDAയിൽ സീറ്റ് സംബന്ധിച്ച തർക്കങ്ങളില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ. ഗോത്രവർഗ കൂട്ടായ്മ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഗോത്ര സംസ്ഥാന ചെയർമാൻ ബിജു കാക്കത്തോടാണ് സ്ഥാനാർത്ഥി. മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഗോത്രവർഗ വിഭാഗത്തെ അവഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഗോത്രവർഗ കൂട്ടായ്മ സ്വന്തമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗോത്ര സംസ്ഥാന ചെയർമാൻ ബിജു കാക്കത്തോടിനെയാണ് കൂട്ടായ്മ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ബത്തേരിയിൽ പത്രസമ്മേളനത്തിൽ ഗോത്ര ജില്ലാ സെക്രട്ടറി കൃഷ്ണൻ കാര്യമ്പാടിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. മണ്ഡലത്തിലെ കോളനികൾ കേന്ദ്രീകരിച്ചാണ് പ്രചരണം നടത്തുക. ഗോത്രവർഗക്കാർക്ക് സ്വാധീനമുള്ള വയനാട്ടിലെ 3 മണ്ഡലങ്ങൾക്ക് പുറമെ മലപ്പുറത്തെ നിലമ്പൂർ മണ്ഡലത്തിലും പ്രചാരണം സജീവമാക്കുമെന്നും കൂട്ടായ്മ നേതാക്കൾ പറഞ്ഞു. റിസർവേഷൻ സീറ്റുകളിലല്ലാതെ വയനാട്ടിലെ ആദിവാസികൾ അതുപോലെ തന്നെ കേരളത്തിലെ പാർലമെന്റ് മണ്ഡലത്തിലും നിയമസഭയിലാണെങ്കിൽ പോലും റിസർവേഷൻ അല്ലാതെ ആദിവാസികളെ മത്സരിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്നില്ല. അതിന്റെ ഒരു പ്രതിഷേധവും അതിലുപരി വയനാട് ജില്ലയിൽ വികസന കാര്യത്തിൽ ഈ പറയുന്ന മുന്നണികൾ കാണിക്കുന്ന സമീപനം, ആദിവാസികളുടെ ഭൂമി പ്രശ്നം തുടങ്ങിയ സങ്കീർണമാകുന്ന വിഷയങ്ങളിന്മേൽ കാണിക്കുന്ന ഒരു സമീപനത്തിൽ പ്രതിഷേധമായിക്കൊണ്ടാണ് ഒരു പൊതുസ്ഥാനത്തെ നമ്മൾ നിർത്തുന്നത്. വരും ദിവസങ്ങളിൽ അതിന്റെ വലിയൊരു പ്രചരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മണ്ഡലത്തിൽ ഗോത്ര വിഭാഗത്തിൽ 2.5 ലക്ഷത്തോളം വോട്ടർമാരുണ്ടെന്നാണ് കൂട്ടായ്മയുടെ വിലയിരുത്തൽ. വയനാട് വിഷൻ, ബത്തേരി. മറ്റു വാർത്തകളിലേക്ക്. വയനാട് വിഷൻ എക്സ്ക്ലൂസീവ്. വയനാട് വിഷൻ എക്സ്ക്ലൂസീവ്. പ്രളയകാലത്ത് വയനാടിന് ലഭിച്ച അരി കടത്തിക്കൊണ്ടുപോയതായി പരാതി. ബത്തേരി റേഷൻ ഡിപ്പോയിൽ നിന്നാണ് അരി കടത്തിയത്. കേരള ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ, CITU ബത്തേരി ഏരിയ കമ്മിറ്റി വിജിലൻസിനും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിക്കും പരാതി നൽകി. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഡിപ്പോ മാനേജർ. ബത്തേരി റേഷൻ ഗോഡൌണിൽ സൂക്ഷിച്ച അരി കഴിഞ്ഞ 20-നാണ് KA11U 9095 നമ്പറിൽപ്പെട്ട ലോറിയിൽ കടത്തിയെന്നും പിന്നീട് ഈ അരി ബത്തേരി തൊട്ടപ്പൻകുളത്തെ സ്വകാര്യ ഗോഡൌണിലെത്തിച്ച ചാക്കുമാറ്റി. അവിടെ നിന്ന് കർണാടക രജിസ്ട്രേഷനിൽ KA09C 2510 എന്ന നമ്പറിലുള്ള വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയതായാണ് പരാതി. സംഭവത്തിന്റെ ദൃശ്യങ്ങളടക്കം കേരള ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ, CITU ബത്തേരി ഏരിയ കമ്മിറ്റി വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരമൊരു പരാതി കിട്ടിയിട്ടുണ്ടെന്നും
ബത്തേരി താലൂക്ക് സപ്ലൈ ഓഫീസറും ഡിപ്പോ മാനേജറും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും ജില്ലാ സപ്ലൈ ഓഫീസർ KV പ്രഭാകരൻ വയനാട് വിഷനോട് പറഞ്ഞു. അങ്ങനെ ഒന്ന് ശരി അതിനെപ്പറ്റി അത് തെറ്റാണെന്നാണ് അറിഞ്ഞത്. ഞാൻ TSOനോട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടാക്കി കൊടുക്കുന്നുണ്ട്. മാനന്തവാടി ബത്തേരി സപ്ലൈകോ ഡിപ്പോ ആയിട്ടൊന്നും ഞാൻ ചോദിച്ച സമയത്ത് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലാന്നാ പറഞ്ഞത്. അതൊക്കെ ഫ്ലഡിന്റെ അരി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള നമ്മള് നോൺ PDS അരി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് വന്നത് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ റേഷനിൽ തന്നെയാണ് കൊടുക്കുന്നത്. വെറുതെ അതൊക്കെ ഇങ്ങനെ പറയുന്നതല്ല, അതിന്റെ അടിസ്ഥാനമൊന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചിലപ്പോ ഇനി ഇവിടെ അവിടെ എന്തോ ഇവര് തൊഴിൽ ഈ വണ്ടിക്കാരുമായിട്ടൊരു പ്രശ്നം വേറെ ഉണ്ട്. കോൺട്രാക്ടറുമായിട്ട് പണി, പിന്നെ പുറത്തെ വണ്ടിക്കാരും തമ്മിലൊരു ഇഷ്യൂ ഉണ്ട് അവിടെ. വിളിച്ച കോൺട്രാക്ടർ പിന്നെ നമ്മുടെ ടെൻഡർ എടുത്ത ആളുണ്ടല്ലോ, അയാളെ വണ്ടി മാത്രം ഉപയോഗിക്കുന്നു, പുറമേ വണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട്. അവരെ ഇയാളെ വണ്ടി തന്നെ ഓടുന്നു, അപ്പൊ മറ്റവർക്ക് വണ്ടി പണിയില്ല എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിലുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചാല്. അനുബോർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. കുറുവയിലും ചെമ്പ്രയിലും എക്കോ ടൂറിസം നടപ്പാക്കുന്നത് നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി. എക്കോ ടൂറിസം വനേതര പ്രവർത്തനം. സംരക്ഷിത വനമേഖലയിൽ എക്കോ ടൂറിസം നടപ്പാക്കുന്നതിനുള്ള കേന്ദ്ര മാനദണ്ഡങ്ങൾ കേരളം പാലിച്ചില്ല. കേരളത്തിൽ വയനാട്ടിലെ 6 സങ്കേതങ്ങളിലടക്കം 60 കേന്ദ്രങ്ങളിൽ അനധികൃത എക്കോ ടൂറിസം പ്രവർത്തനം. സൗത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ എക്കോ ടൂറിസം പദ്ധതികൾക്ക് അനുമതിയില്ല. കോടതി ഉത്തരവ് കുറുവയിൽ സന്ദർശകരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സമരം നടത്തിയവർക്കും തിരിച്ചടി. വയനാട് പ്രകൃതി സംരക്ഷണ സമിതി നൽകിയ റിട്ട് ഹർജിയിലാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. സമിതി അധ്യക്ഷൻ N. ബാദുഷ വയനാട് വിഷനോട്. കേരളത്തിലെ വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന 60-ലധികം സ്ഥലങ്ങളിലുള്ള ഇക്കോ ടൂറിസം എന്നതിൽ അറിയപ്പെടുന്ന ടൂറിസം പരിപാടികൾ 100% കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിലവിലുള്ള ഗൈഡ് ലൈനും അവരുടെ നിർദ്ദേശങ്ങൾക്കും എതിരും നിയമവിരുദ്ധവുമാണ് എന്നുള്ള വിവരം വയനാട് പ്രകൃതി സംരക്ഷണ സമിതിക്ക് ആദ്യമേ അറിയാമായിരുന്നു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിലവിലുള്ള ഗൈഡ് ലൈൻ അനുസരിച്ച് വനത്തിലെ പ്രൊട്ടക്റ്റഡ് ഏരിയ, അതായത് വന്യജീവി സങ്കേതങ്ങൾ മാത്രമേ, ടൈഗർ റിസർവ് അടക്കമുള്ള വന്യജീവി സങ്കേതങ്ങളിൽ മാത്രമേ ഇക്കോ ടൂറിസം നടത്താൻ പാടുള്ളൂ. അത് തന്നെ വനം വകുപ്പ് നേരിട്ട് നടത്താൻ പാടില്ല. അവിടുത്തെ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികൾ മുഖാന്തരം മാത്രമേ നടത്താൻ പാടുള്ളൂ. പക്ഷേ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ടെറിട്ടോറിയൽ ഡിവിഷനിലും എല്ലാ റിസർവ് വനങ്ങളിലും അടക്കം ഇപ്പോൾ 60-ലധികം സ്ഥലങ്ങളിൽ ഇക്കോ ടൂറിസം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിലവിലുള്ള ഇക്കോ ടൂറിസം ഗൈഡ് ലൈനിന് എതിരാണ്. മറ്റൊന്ന്, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തന്നെ എല്ലാ സംസ്ഥാനങ്ങളോടും ഒരു ഗൈഡ് ലൈൻ, ഒരു ഇക്കോ ടൂറിസം ഗൈഡ് ലൈൻ ഉണ്ടാക്കണമെന്നും അത് നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കേരള വനം വകുപ്പ് ഇന്ന് വരെ അത് തയ്യാറായിട്ടില്ല. അവിടെ 2500 ആൾക്കാർ വരെ പ്രതിദിനം കയറിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് അത് ഒരു ശാസ്ത്രീയമായ വിശകലനത്തിന്റെയും MOEFന്റെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റിന്റെ ഗൈഡ് ലൈനിന്റെ അടിസ്ഥാനത്തിൽ പാട്ടും ഭാഗത്തുനിന്ന് 200 പേരെയും പാലുവെളിച്ചം ഭാഗത്തുനിന്ന് 200 പേരെയുമായിട്ട് നിജപ്പെടുത്തി. ഇതിനെതിരെ CPMന്റെ 2 MLAമാരും CPMന്റെ ജില്ലാ സെക്രട്ടറിയും അടക്കമുള്ള മറ്റ് ഭരണകക്ഷി നേതാക്കന്മാർ തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും വനം വകുപ്പിന്റെ ഓഫീസിന് മുമ്പിൽ സമരം സംഘടിപ്പിക്കുകയും കുറുവയിലേക്ക് തന്നെ മാർച്ച് നടത്തി കുറുവയിൽ തള്ളിക്കയറുകയും ചെയ്യുന്ന സ്ഥിതി സംജാതമാകുകയും അങ്ങനെ വനം വകുപ്പിൽ നടത്തിയ ഭരണകക്ഷി നടത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമായി പല പ്രാവശ്യങ്ങളിലായിട്ട് 200, 400 ആയിട്ടും പിന്നെ 500 ആയിട്ടും പിന്നെ 800 ആയിട്ടും അതിനുശേഷം 950 ആയിട്ടും പിന്നീട് 1200 ആയിട്ടും അത് കഴിഞ്ഞിട്ട് 1500 ആയിട്ടും നിജപ്പെടുത്തി ടൂറിസം കൊണ്ടുപോയി. ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു, തെക്കേവയനാട് വനം ഡിവിഷന്റെ കീഴിൽ നടന്നു വരുന്ന എല്ലാ ടൂറിസവും ചേമ്പ്ര പീക്കിലടക്കമുള്ള കുറുവയിലടക്കം വരുന്ന എല്ലാ ടൂറിസവും നിയമവിരുദ്ധമാണ്. കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാത്തതാണ്. അത് കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ തടയും. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് നിർബന്ധിതരാക്കരുത്. എന്നാൽ ഞങ്ങൾ ആരും വില വെച്ചില്ല. ആ ഒരു അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് പോയി. അവർ വൻതോതിൽ കുറുവയിലേക്ക് ആളെ കയറ്റാൻ തയ്യാറായി. അത് ഇവിടുത്തെ ടൂറിസം ലോബിയുടെ, പ്രത്യേകിച്ച് റിസോർട്ട് മാഫിയകളുടെ സമ്മർദ്ദത്തിന്റെയും കൂടി ഫലമായിരുന്നു. അതിന്റെ പേരിൽ കുറുവ നശിച്ചു പോവുകയാണ്. ഇത്രയും ചെറിയൊരു വളരെ പാരിസ്ഥിതിക പ്രത്യേകതയുള്ള ഒരു പ്രദേശത്തേക്ക് ഒരു ദിവസം 2000, 3000 ആളെ പ്രവേശിപ്പിച്ചാൽ കുറുവ വരുന്ന 5-10 കൊല്ലത്തിൽ അല്ലെങ്കിൽ 10-50 കൊല്ലത്തിലല്ലെങ്കിൽ കുറുവ ഇല്ലാതായി പോകും.
മാവോയിസ്റ്റ് സംഘം കഴിഞ്ഞ രാത്രി തിരുനെല്ലിയിലെത്തിയതായി വിവരം. തിരുനെല്ലി ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ എത്തിയത് സായുധരായ 8-അംഗ സംഘം. മടക്കിമലയിൽ 4-അംഗ സായുധ മാവോയിസ്റ്റ് സംഘം എത്തി 24 മണിക്കൂറിനിടെയാണ് തിരുനെല്ലിയിൽ വീണ്ടും മാവോയിസ്റ്റുകൾ എത്തുന്നത്. കർണാടക ആന്റി നക്സൽ സ്ക്വാഡും തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും കേരള പോലീസും അതീവ ജാഗ്രതയിൽ. തിരുനെല്ലി ഫോറസ്റ്റ് IBക്ക് സമീപം എത്തിയ 8-അംഗ സായുധ മാവോയിസ്റ്റ് സംഘം വാച്ചർ കുമാരനെ പുറത്താക്കിയ ശേഷം IBക്കുള്ളിൽ പരിശോധന നടത്തി തിരിച്ചുപോയെന്നാണ് വിവരം. വാച്ചർ ഇക്കാര്യം പോലീസിന് മൊഴി നൽകിയതായി സൂചനയുണ്ട്. തണ്ടർബോൾട്ടും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിട്ടില്ല. CP ജലീലിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന മാവോയിസ്റ്റ് പ്രഖ്യാപനമുള്ളതിനാൽ കർണാടക, തമിഴ്നാട്, കേരള പോലീസ് വയനാട് അതിർത്തിയിൽ അതിജാഗ്രത പുലർത്തുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെയോ വനം ജീവനക്കാരെയോ തട്ടിക്കൊണ്ടുപോകുന്നതോ നേരിടുന്നതോ അടക്കം മാവോയിസ്റ്റ് ആക്ഷനുകൾ ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ സുഗന്ധഗിരിക്ക് സമീപവും തലപ്പുഴ മക്കിമലയിലും കഴിഞ്ഞ രാത്രി തിരുനെല്ലിയിലും മാവോയിസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പോലീസ് അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. തലപ്പുഴ മക്കിമലയിൽ വിതരണം ചെയ്ത കാട്ടുതീ പുതിയ ലക്കത്തിലും പോസ്റ്ററുകളിലും ജലീലിന്റെ രക്തത്തിന് പകരം ചോദിക്കുമെന്ന ഭീഷണിയുണ്ട്. മേഖലയിൽ മാനന്തവാടി DYSP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബ്രഹ്മഗിരി വാച്ച് ടവറിലെത്തിയ മാവോയിസ്റ്റ് സംഘം വാതിലിൽ മുട്ടിയതായും വെടിയൊച്ച കേട്ടതായും വിവരങ്ങളുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ. വിൽപ്പനയ്ക്ക് വെച്ച അനധികൃത വീട്ടിത്തടി വനംവകുപ്പ് പിടികൂടി. ബത്തേരി ചുള്ളിയോട് റോഡിൽ കല്ലുവയലിന് സമീപം പാതയോരത്ത് കൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയ വീട്ടിത്തടികളാണ് വനംവകുപ്പിന്റെ ഫ്ലൈയിംഗ് സ്ക്വാഡ് പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മരത്തടികൾ കണ്ടെത്തിയത്. തോല് ചെത്തിമിനുക്കിയ 10 കഷ്ണം വലിയ തടികളാണ് പിടികൂടിയത്. ഈ തടികൾക്ക് 3 ലക്ഷത്തിലേറെ രൂപ വരുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സ്വകാര്യ പട്ടയഭൂമിയിലെ സർക്കാരിലേക്ക് റിസർവ് ചെയ്ത വീട്ടിത്തടികളാണെന്നാണ് വനംവകുപ്പ് സംശയിക്കുന്നത്. മരത്തടികൾ എവിടെ നിന്നാണ് മുറിച്ചത്, ആരാണ് ഇതിനു പിന്നിൽ എന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിവരികയാണ്. ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുത്താമ്പത്തേരി ചുള്ളിയോട് റോഡിന്റെ കല്ലുവയൽ എന്ന ഭാഗത്ത് വെച്ചാണ് 10 കഷ്ണം വീട്ടിത്തടികൾ കൽപ്പറ്റ ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസറായ ഞാനും പാർട്ടിയും പിടിച്ചെടുത്തിട്ടുള്ളത്. ഇത് സർക്കാരിലേക്ക് റിസർവ് ചെയ്യപ്പെട്ട മരമാണെന്നാണ് ഞങ്ങൾ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് 3 ലക്ഷം രൂപ വില സ്ഥലത്ത് വില കിട്ടാവുന്ന വീട്ടിത്തടികളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇതിന് സമഗ്രമായ അന്വേഷണം ഫ്ലൈയിംഗ് സ്ക്വാഡിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റും വനംവകുപ്പിൻ്റെ ഭാഗത്ത് നടത്തുന്നതാണ്. ഈ കേസ് കൽപ്പറ്റ ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ അത് സുൽത്താൻ അസിസ്റ്റന്റ് വൈൽഡ് കൈമാറിയിട്ടുണ്ട്. 10 കഷ്ണം വീട്ടിത്തടികളും ബന്ധപ്പെട്ട രേഖകളും. ഈ ബാക്കി അന്വേഷണങ്ങൾ നടത്തേണ്ടത് സുൽത്താൻ റേഞ്ചിൽ നിന്നാണ്. ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO P ധനേഷ് കുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ M പത്മനാഭന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് AS രാജൻ, ബീറ്റ് ഓഫീസർമാരായ KK സുരേന്ദ്രൻ, J ഹരികൃഷ്ണ, ജോമി ആന്റണി, ഡ്രൈവർ R സജികുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തി വീട്ടിത്തടികൾ പിടിച്ചെടുത്തത്. വയനാട് വിഷൻ, ബത്തേരി. ഒരാഴ്ചക്കിടെ ബത്തേരി മേഖലയിൽ പിടികൂടിയത് 10 കിലോ കഞ്ചാവ്. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എക്സൈസിന്റെയും പോലീസിന്റെയും പരിശോധനകളിലാണ് ഇത്രയും കഞ്ചാവ് പിടികൂടിയത്. സംസ്ഥാനത്തേക്ക് വയനാട് വഴി കഞ്ചാവ് ഒഴുകുന്നു എന്നതിന്റെ തെളിവാണിത്. ബത്തേരി മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 10 കിലോ കഞ്ചാവാണ് എക്സൈസും പോലീസും ചേർന്ന് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെയും അറസ്റ്റ് ചെയ്തിരുന്നു. 4 കേസുകളിൽ നിന്നാണ് ഇത്രയും അധികം കഞ്ചാവ് പിടികൂടിയത്. ഇക്കഴിഞ്ഞ 17-ന് മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ ബസ്സിൽ നിന്നും ആളില്ലാത്ത നിലയിൽ 1.5 കിലോ കഞ്ചാവ് പിടികൂടി. പിന്നീട് 20-ാം തീയതി ബത്തേരി പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ KSRTC ഗാരേജിന് സമീപത്ത് വെച്ച് കാസർഗോഡ് സ്വദേശിയെ 1 കിലോ 350 ഗ്രാം കഞ്ചാവുമായി പിടികൂടുകയും ചെയ്തു. 3 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ അധികൃതർ വാഹന പരിശോധനയ്ക്കിടെ കാറിൽ കടത്തുകയായിരുന്ന 6 കിലോ കഞ്ചാവുമായി 2 തിരൂർ സ്വദേശികളെ പിടികൂടി. അന്നുതന്നെ ബത്തേരി എക്സൈസ് റേഞ്ച് അധികൃതർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കല്ലൂർ ടൗണിൽ വെച്ച് തിരൂർ സ്വദേശിയെ 1 കിലോ 200 ഗ്രാം കഞ്ചാവുമായി പിടികൂടുകയും ചെയ്തിരുന്നു. ദിനംപ്രതി അതിർത്തി വഴി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് കഞ്ചാവ് ഒഴുകുന്നുവെന്നതിന്റെ തെളിവാണിത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിർത്തികളിൽ നടത്തുന്ന കർശന പരിശോധന ഒരു പരിധിവരെ കഞ്ചാവിന്റെ ഒഴുക്ക് കുറയ്ക്കുമെന്നതിൽ സംശയമില്ല. അബു താഹിർ, ന്യൂസ് ബ്യൂറോ, ബത്തേരി.
മുള്ളംകൊല്ലി പഞ്ചായത്തിലെ തൊഴിലാളികൾക്ക് 6 മാസമായിട്ടും കൂലി നൽകാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ മുള്ളംകൊല്ലി പഞ്ചായത്തിലെത്തിയ ജോയിന്റ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറെ ഉപരോധിച്ചു. രാവിലെ 10 മണിയോടെയാണ് ഉപരോധ സമരം ആരംഭിച്ചത്. തുടർന്ന് ജനപ്രതിനിധികളുടെയും മറ്റും നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ 15 ദിവസത്തിനകം കൂലി നൽകണമെന്ന ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഉച്ചയ്ക്ക് 2 മണിയോടെ സമരം അവസാനിപ്പിച്ചത്. വേനൽ രൂക്ഷമായതോടെ പണിയില്ലാത്തതുമൂലം കുടുംബങ്ങൾ പട്ടിണിയിലാണെന്നും എന്നിട്ട് പോലും തൊഴിലുറപ്പിൽ പണിയെടുത്ത തൊഴിലാളികൾക്ക് കൂലി നൽകണമെന്ന് ആവശ്യപ്പെട്ടും 200ഓളം വീട്ടമ്മമാരാണ് ഉപരോധ സമരത്തിൽ പങ്കെടുത്തത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേസി ബെന്നി, ഗ്രാമപഞ്ചായത്ത് അംഗം ജാൻസി ജോസ്, മനോജ് ഉദുപ്പാൻ, ജോബി കരോട്ടുകുന്നേൽ, ഷിനു കച്ചിറയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് പ്രശ്നത്തിന് പരിഹാരമായത്. എന്താണെന്ന് വെച്ചാൽ 2005 തൊഴിലുറപ്പ് തുടങ്ങിയതാണ് ഇവിടെ. ഈ തൊഴിലുറപ്പ് തുടങ്ങി നമുക്ക് ഇത്രയും വർഷങ്ങളായിട്ട് ഈ 2015-16 വരെ ഞങ്ങളുടെ പൈസയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾക്ക് പൈസ കിട്ടിയിരുന്നതാണ്. ഞങ്ങൾ ഓരോ തൊഴിൽ ചെയ്യുമ്പോഴും ഓരോ മസ്റ്റുകളിലും ഞങ്ങൾക്ക് ഇവിടെ കഴിയുന്നതിനനുസരിച്ച് കൊണ്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് 15 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ ശമ്പളം കിട്ടിയിരുന്നതാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് അതല്ല സ്ഥിതി. ഈ 3 വർഷമായിട്ട് ഞങ്ങൾ തൊഴിലെടുക്കുന്ന കൂലി കിട്ടുന്നില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷയം. യുവതി ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച സംഭവം അന്വേഷണം ഊർജിതമാക്കണമെന്ന് കോൺഗ്രസും ജനപ്രതിനിധികളും. സൗമ്യയുടേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും ഒണ്ടയങ്ങാടി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും നഗരസഭാ കൗൺസിലർ ജേക്കബ് സെബാസ്റ്റ്യനും അഭിപ്രായപ്പെട്ടു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് ബന്ധുക്കൾ മാനന്തവാടി പോലീസിൽ പരാതി നൽകിയിരുന്നു. പരടിമൂല പേടാപ്പാട്ട് സജിയുടെ ഭാര്യ സൗമ്യയാണ് കഴിഞ്ഞ ദിവസം വീടിന് സമീപത്തെ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കോട്ടത്തറ തെക്കുംതറയിലെ സൗമ്യയെ 2 വർഷം മുമ്പാണ് സജി വിവാഹം ചെയ്തത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ മാനന്തവാടി പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരുന്നു. കഴിഞ്ഞ ദിവസം മാനന്തവാടി മുനിസിപ്പാലിറ്റി വരടിമൂലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട സൗമ്യയുടെ മരണം ദുരൂഹത നിറഞ്ഞതാണ്. അയൽവാസികളും ബന്ധുക്കളടക്കം എല്ലാ നാട്ടുകാരും ആ മരണത്തിൽ സംശയം പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഇന്നലെ തന്നെ അവിടെയുള്ള സാഹചര്യ തെളിവുകളുടെ അനുസൃതമായി അതിൽ സംശയിക്കപ്പെടുന്ന വ്യക്തിയെ പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഈ നിമിഷം വരെ പോലീസ് അനങ്ങിയിട്ടില്ല. ആരെങ്കിലും പരാതി കൊടുത്താൽ മാത്രമേ ഇങ്ങനെയുള്ള കേസുകൾ അന്വേഷിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് പോലീസിന് കാണുന്നത്. 2 വർഷമായി സൗമ്യ എന്ന ആ സ്ത്രീയും 10 വയസ്സ് താഴെ 2 കുട്ടികളും ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. വള്ളിയൂർക്കാവ് വിശേഷങ്ങൾ. ക്ഷേത്രങ്ങളുടെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു മാസ്റ്റർ. മാനന്തവാടി വള്ളിയൂർക്കാവിൽ ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്യാധീനപ്പെട്ട ക്ഷേത്രഭൂമികൾ പിടിച്ചെടുക്കുന്ന നടപടികൾ ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. വള്ളിയൂർക്കാവിലേതടക്കം ക്ഷേത്രങ്ങളുടെ ഭൂമികൾ അന്യാധീനപ്പെട്ടിട്ടുണ്ട്. കാലതാമസമില്ലാതെ അത്തരം ഭൂമികൾ ക്ഷേത്രങ്ങൾക്ക് മുതൽക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുമെന്നും വാസു മാസ്റ്റർ പറഞ്ഞു. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പരിസരം മുഴുവൻ അങ്ങനെ അലയടിച്ചു വരുന്ന സമയത്ത് ഭഗവൻ ചൈതന്യത്തിന് അപൂർവപൂർവമായ രീതിയിൽ ചൈതന്യം വർദ്ധിക്കും എന്നാണ് ഇതേക്കുറിച്ച് അറിവുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്. അങ്ങനെ ഭഗവതിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ അല്ലെങ്കിൽ മൂർത്തിയുടെ ചൈതന്യം വർദ്ധിപ്പിക്കാനുള്ള കർമ്മപദങ്ങളിൽ പദ്ധതികളിൽ ഒന്നാണ് ഇത്തരം ഉത്സവങ്ങൾ. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ വളരെ കാലമായി പരസ്പരം കണ്ടുമുട്ടാൻ സാധിക്കാത്ത ആളുകൾ കണ്ടുമുട്ടുന്ന ദിവസം. ആഘോഷ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് M വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു. കേരള ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ സാംസ്കാരിക പ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർമാൻ VR പ്രവീജ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മികച്ച അടിയറകൾക്ക് സമ്മാനം മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ K മുരളി കൈമാറി. വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ദേവസ്വം ബോർഡ് അംഗം V കേശവൻ ആദരിച്ചു. വള്ളിയൂർക്കാവ് വികസനരേഖ ട്രസ്റ്റി H ഗോവി അവതരിപ്പിച്ചു. നഗരസഭാ കൗൺസിലർ ശ്രീലത കേശവന്, ട്രസ്റ്റി EP മോഹൻദാസ്, പാരമ്പര്യേതര ട്രസ്റ്റി T രത്നാകരൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ M മനോഹരൻ, അഡ്വക്കേറ്റ് T മണി, NK മന്മഥൻ, EM ശ്രീധരൻ, KM ശ്രീകേഷ് എന്നിവർ സംസാരിച്ചു. വയനാട് വിഷൻ, മാനന്തവാടി. വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവം 12ാം ദിനം ഭക്തജനസാഗരമായി കാവും പരിസരവും. മേലേക്കാവിൽ ഇന്ന് ലിഖിത നാമാർച്ചനയും
രാജയോഗിനി പ്രിയ സിസ്റ്ററുടെ ആധ്യാത്മിക പ്രഭാഷണവും നടന്നു. താഴേക്കാവിൽ പൊതുവേദിയിൽ രാത്രി നൃത്തസന്ധ്യയും 9:30 ഗാനമേളയും നടക്കും. ആറാട്ട് മഹോത്സവം സമാപിക്കാൻ ഇനി 2 നാൾ കൂടി ബാക്കി നിൽക്കെ വയനാടിന്റെ എല്ലാ വഴികളും വള്ളിയൂർക്കാവിലേക്ക് ഒഴുകുകയാണ്. 28-ന് താലൂക്കിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും അടിയറ എഴുന്നള്ളത്തുകൾ കൂടി ക്ഷേത്രത്തിലെത്തുന്നതോടെ ക്ഷേത്രവും പരിസരവും ജനസാഗരമാവും. 29-ന് പുലർച്ചെ താഴേക്കാവിൽ നടക്കുന്ന കോലം കുറയോടെ 14 ദിവസമായി നടക്കുന്ന ആറാട്ട് മഹോത്സവം സമാപിക്കും. നമ്മളിപ്പോൾ ഇവിടെ ഈശ്വരന്റെ മുന്നിൽ ദേവിയുടെ മുന്നിൽ പറയുന്നുണ്ട്, എൻ്റെ മക്കൾക്കൊന്നും വരുത്തല്ലേ, നല്ല ബുദ്ധി കൊടുക്കണേ, നല്ല രീതിയിൽ വളരണം, അന്തിമ സമയത്ത് അത് പ്രായമാകുമ്പോൾ കുട്ടികൾ എന്നെ നോക്കണം, ഇതൊക്കെ നമ്മൾ അവിടെ പോയി പറയാറ്. വേറെ എന്തെങ്കിലും പറയുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ അതാണ് നമ്മുടെ സ്വപ്നം, അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അപ്പൊ അതാണ് ഞാൻ എന്ത് ചെയ്യും, കുറിച്ചു വെക്കുക. എൻ്റെ മകന്റെ ഭാഗ്യം സർവോच्च ഭാഗ്യമായിരിക്കണം. അപ്പൊ എല്ലാ അമ്മമാരും അത്തരത്തിലാണ് അവരവരുടെ കുട്ടികളുടെ ഭാഗ്യം രേഖപ്പെടുത്തുന്നതെങ്കിൽ ഇന്ന് ഇതായിരിക്കില്ല ലോകം, ഇന്ന് വൃദ്ധസദനങ്ങളും ഉണ്ടായിരിക്കില്ല. കാരണം എല്ലാവരും സത്യസന്ധതയോടുകൂടി പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും പരസ്പര സഹകരണത്തോടും നമ്മൾ വളർന്ന് മുന്നോട്ടുള്ള ജീവിതം നയിക്കും. തോമാട്ടിയാൽ സഹദ സൗഹൃദയ വേദിയുടെയും മാനന്തവാടി ജില്ലാ ആശുപത്രിയുടെയും അമ്പലവേൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. വടുവഞ്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ അധ്യാപിക സരോജിനി ടീച്ചർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വൈത്തിരി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ദീപ മുഖ്യപ്രഭാഷണം നടത്തി. ക്യാമ്പിൽ 150ഓളം പേർ പങ്കെടുത്തു. ജോയിന്റ് കൗൺസിൽ വയനാട് ജില്ലാ സമ്മേളനം ബത്തേരിയിൽ നാളെയും മറ്റന്നാളും നടക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി നാളെ വൈകിട്ട് വിളംബര റാലിയും 28-ന് പ്രതിനിധി സമ്മേളനവും നടക്കും. വയനാട് ജില്ലാ സമ്മേളനം ഈ മാസം 27-28 തീയതികളിൽ ബത്തേരിയിൽ വെച്ച് ശ്രേയസോളിൽ നടത്തിയിരുന്നു. ജോയിന്റ് കൗൺസിലിന്റെ അല്ലെങ്കിൽ ജോയിന്റ് കൗൺസിൽ രൂപീകരിച്ചിട്ട് 50 വർഷം പൂർത്തിയാവുകയാണ്. അതിൻ്റെ സുവർണ ജൂബിലി സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആണ് വയനാട് ജില്ലയിൽ ജില്ലാ സമ്മേളനം നടത്തുന്നത്. 27-ാം തീയതി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന ചെണ്ടമേളത്തോടു കൂടിയ വിളംബര ജാഥ ടൗൺ ചുറ്റി ചുങ്കത്ത് അവസാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വൈത്തിരിയിൽ വാഹനാപകടത്തിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ തിരൂരിലെ ജനപ്രതിനിധികൾ ഏറ്റുവാങ്ങി. അപകടം ഇന്ന് കാലത്ത് ടിപ്പറും കാറും കൂട്ടിയിടിച്ച്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം കാത്തിരിക്കാൻ വയനാട് DCCയോട് AICC. സിദ്ദീഖ് തന്നെ സ്ഥാനാർത്ഥിയെന്ന് അഭ്യൂഹം. രാഹുലെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയാവാൻ തുഷാർ റെഡി. സീറ്റ് BJPക്ക് നൽകാനും ഒരുക്കം. ബിജു കാക്കത്തോട് ഗോത്ര സ്ഥാനാർത്ഥി. പ്രളയകാലത്ത് വയനാടിന് കിട്ടിയ അരി കള്ളക്കടത്തു നടത്തിയതായി പരാതി. അരി കടത്തിയത് ബത്തേരി റേഷൻ ഡിപ്പോയിൽ നിന്ന്. വയനാട് വിഷൻ എക്സ്ക്ലൂസീവ്. സൗത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷനിൽ എക്കോ ടൂറിസത്തിന് നിരോധനം. കുറുവയിലും ചെമ്പ്രയിലും എക്കോ ടൂറിസം നിയമവിരുദ്ധം. കുറുവയിൽ സഞ്ചാരികളുടെ എണ്ണം പെരുപ്പിക്കാൻ സമരം നടത്തിയവർക്കും ടൂറിസം ലോബിക്കും തിരിച്ചടി. വയനാട് വിഷൻ ബിഗ് ബ്രേക്കിംഗ്. തിരുനെല്ലിയിലും മാവോയിസ്റ്റുകളെത്തി. വാച്ചറ ഭയപ്പെടുത്തി ഫോറസ്റ്റ് IBയിൽ മാവോയിസ്റ്റ് പരിശോധന. വനം പോലീസ് ഉദ്യോഗസ്ഥരെ മാവോയിസ്റ്റുകൾ ലക്ഷ്യമിടുന്നതായി അഭ്യൂഹങ്ങൾ. അന്യാധീനപ്പെട്ട ക്ഷേത്രഭൂമികൾ തിരിച്ചുപിടിക്കുമെന്ന് മലബാർ ദേവസ്വം പ്രസിഡന്റ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.